ഹായ് ഹലോ പ്രീതാസ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് കരുതുന്നു. ഇന്ന് ജൂൺ 15. ഇന്ന് സ്ത്രീകളുടെ ഒരു സുപ്രധാന ദിവസമാണ്. സൗജന്യമായിട്ട് നമുക്ക് സ്ത്രീകൾക്ക് യാത്രാ പദ്ധതി നിലവിൽ വന്ന ദിവസം, സൗജന്യ യാത്രാ പദ്ധതി. ഇതിപ്പോൾ UDF ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രകടന പത്രികയിലെ വാഗ്ദാനമാണ്. അത് അവർ നിറവേറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ ഓർഡിനറി ബസ്സുകളിലാണ് അത് ആദ്യമായിട്ട് പ്രാബല്യത്തിൽ വരുന്നത്. എന്തായാലും നമുക്ക് സ്ത്രീകൾക്ക് യാത്ര ചെയ്യാനും അതുപോലെ ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യാൻ പറ്റുന്നത് ഒരു വളരെ വലിയ സന്തോഷമാണ് എല്ലാവർക്കും നൽകുന്നത്. ഇതിപ്പം BPL APL അതുപോലെ സാമ്പത്തിക വ്യത്യാസമൊന്നും കൂടാതെ എല്ലാ സ്ത്രീകൾക്കും ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കുമെന്നുള്ളത് വളരെയധികം എല്ലാവർക്കും ഒരു നല്ല കാര്യമായിട്ടാണ് തോന്നുന്നത്. എന്തായാലും അത് ഒരു അവരുടെ പ്രകടന പത്രികയിലെ ഒരു വാഗ്ദാനമാണെങ്കിലും അത് നമുക്ക് സ്ത്രീകൾക്ക് നൽകിയ ഒരു വലിയ ഒരു മുതൽക്കൂട്ടായിട്ടാണ് കാണുന്നത്. ഇന്നത്തെ ഒരു ചരിത്ര സംഭവമായിട്ടാണ് കാണുന്നത്. ഇന്നിപ്പോൾ TV-യിലെല്ലാം ഭയങ്കര രാവിലത്തെ അതിൻ്റെ ഉദ്ഘാടനമൊക്കെ ഭയങ്കര സന്തോഷത്തോടെ ആൾക്കാരെല്ലാം അതിൽ കയറി പോകുന്നതും സ്ത്രീകളുടെ ഒരു വലിയ പങ്കാളിത്തവും ഒക്കെ കണ്ടു. അതുപോലെ ട്രാൻസ്ജെൻഡർ അവർക്കും ഇതിനകത്ത് ഫ്രീ ആയിട്ട് പോകാം. ഓർഡിനറി ബസ്സാണെങ്കിൽ നമുക്കൊരു 30, 40, 50 കിലോമീറ്ററിനുള്ളിൽ എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാമല്ലോ. അത് തന്നെ ഒരു നല്ല കാര്യമായിട്ടാണ് തോന്നുന്നത്. ഇപ്പം ഡെയിലി ഒരു 10-50 രൂപ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ യാത്ര ചെയ്ത് 100 രൂപയോളം ഡെയിലി യാത്രയ്ക്ക് വേണ്ടി ചിലവാക്കുന്ന സ്ത്രീകളുണ്ടല്ലോ. അന്നേരം നമ്മുടെ അത്രയും ദൂരത്തിൽ യാത്ര ചെയ്യുന്നവർക്ക് വളരെയധികം ഒരു ആശ്വാസകരമാണ് ഈ 100 രൂപ ഡെയിലി, അല്ലെങ്കിൽ ഒരു 70 രൂപയായാലും ഒരു 35 രൂപയായാലും 50 രൂപയായാലും അതൊക്കെ ഒരു ഡെയിലിയുള്ള ഒരു യാത്രാ ചെലവിൽ നിന്ന് അത് ഇല്ലാതാവുന്നത് വളരെ നല്ല കാര്യമായിട്ടാണ് തോന്നുന്നത്. പിന്നെ ഓർഡിനറി ബസ്സിൻ്റെ സമയം നോക്കി ഇറങ്ങി നിൽക്കണമെന്നേ ഉള്ളൂ, അല്ലാതെ കുഴപ്പമൊന്നുമില്ല. പിന്നെ പ്രൈവറ്റ് ബസ്സുകളിൽ പറ്റത്തില്ല, അത് പൈസ കൊടുത്തേ പറ്റുള്ളൂ. നമുക്ക് ധൃതി പിടിച്ച് പോകുമ്പോൾ ഓർഡിനറി നോക്കി നിൽക്കാൻ പറ്റില്ല. അന്നേരം പ്രൈവറ്റ് ബസ്സാണ് വരുന്നെങ്കിൽ അതിൽ കയറി പോകാം. എങ്കിലും ഇതിങ്ങനൊരു സൗകര്യം സർക്കാർ ചെയ്തു തന്നത് വളരെ വളരെ നല്ല കാര്യമായിട്ടാണ് തോന്നുന്നത്. പിന്നെ ഇത് KSRTCക്ക് ഒരു അധിക ബാധ്യതയായിട്ട് വരും. ഒന്നാമത് നഷ്ടത്തിലൊക്കെ ഓടുന്ന ഒരു KSRTC ആണല്ലോ. അന്നേരം അതിൻ്റെ ഒരു അധിക ബാധ്യത എന്തായാലും വരും. അത് സർക്കാർ കൊടുക്കാമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പിന്നെ പല വരുമാനത്തിലൂടെ KSRTC ലാഭത്തിൽ വരുമ്പം അത് നല്ല രീതിയിൽ ആവുന്ന സമയത്ത് സർക്കാരിൻ്റെ ബാധ്യത ഇല്ലാതാക്കും എന്നാണ് പറയുന്നത്. അതുകൊണ്ടുള്ള ഒരു വിഷമമുണ്ട്. കാരണം ഇത് എത്രത്തോളം ചിലപ്പം നീണ്ടു നിൽക്കുമെന്ന് അറിയത്തില്ല എന്നുള്ളതുകൊണ്ട് എന്തായാലും അത് നീണ്ടു നിൽക്കാൻ തന്നെയാണ് സാധ്യത. കാരണം അവരുടെ ഒരു സ്വപ്ന പദ്ധതിയാണല്ലോ ഇപ്പോൾ അത് പ്രാവർത്തികമാക്കിയിരിക്കുന്നത്. അപ്പോഴതിനകത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് അവർക്കുള്ള ഗവൺമെൻറ്റിനൊരു നാണക്കേട് വരുമെന്നുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും അത് അവർ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ ആയിരിക്കും ശ്രമിക്കുന്നത്. എന്തായാലും ഓർഡിനറി ബസ്സിലെങ്കിലും അത് സാധ്യമായതിൽ വളരെ വളരെ വലിയ സന്തോഷമുണ്ട്. പിന്നെ ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ പിങ്ക് ബസ്സുകൾ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് വന്നിട്ട് തിരുവനന്തപുരത്തൊക്കെ വരുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അത് അന്നേരം നമ്മൾ ഓർക്കുകയും നമ്മുടെ നാട്ടിലൊക്കെ എന്നാൽ ഇനി ഇതുപോലൊരു സൗകര്യം സ്ത്രീകൾക്ക് കിട്ടുന്നതെന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്പം നമുക്ക് അങ്ങനെ മാത്രമല്ല, പിങ്ക് ബസ് മാത്രമല്ല, പിങ്ക് ബസ്സൊന്നും അല്ല, അല്ലാതെ തന്നെ എല്ലാ KSRTC ഓർഡിനറി ബസ്സുകളിലും ഇപ്പോൾ യാത്രാ സൗജന്യം സ്ത്രീകൾക്ക് അനുവദിച്ചുകൊണ്ടാണ് വന്നത്. അത് എല്ലാ ആൾക്കാർക്കും, ഇപ്പോൾ സാധാരണക്കാരായ ആൾക്കാർക്ക്, അതുപോലെ എല്ലാ ദിവസവും ജോലിക്ക് പോകുന്നവർക്ക്, പിന്നെ തുച്ഛമായ ശമ്പളത്തിനൊക്കെ ജോലിക്ക് പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതുപോലെ തുണിക്കടകളിലും അതുപോലെ എല്ലാ കാര്യത്തിനും ഇപ്പോൾ സ്ത്രീകൾ ഒരു ദിവസം ഒരു വീട്ടിലും ഒരു സ്ത്രീകളും ഇപ്പോൾ അങ്ങനെ വെറുതെ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ കുറവാണ്. രാവിലെ എന്തെങ്കിലും ജോലിക്ക് രാവിലെ പോകുന്നവരാണ് എല്ലാവരും. അതുപോലെ കൂലിപ്പണിക്ക് പോകുന്നവരും അല്ലാത്തവരും എല്ലാം കാണുമല്ലോ. അവർക്കെല്ലാം ഒരു ഓർഡിനറി ബസ്സിൻ്റെ ദൂരത്തിലുള്ള യാത്രയാണ് അവർക്ക് എല്ലാ ദിവസവും ഉള്ളത്. അപ്പോഴവർക്ക് ഡെയിലി എത്ര രൂപ ശമ്പളം ഒരു വണ്ടിക്കൂലി ലാഭിക്കുക എന്നുള്ളത് അവർക്ക് വലിയ ഒരു മുതൽക്കൂട്ടായിട്ട് വരുമെന്നാണ് എൻ്റെ ഒരു തോന്നൽ. അതെന്തായാലും അവർക്ക് ഒരു വലിയ ആശ്വാസം തന്നെ നൽകുന്നുണ്ട്. പണ്ടൊക്കെ വണ്ടിക്കൂലി ഇല്ലാതെ, ഇപ്പോൾ ഉദ്യോഗസ്ഥരാണെങ്കിൽ കൂടി വണ്ടിക്കൂലി ഇല്ലാതെ രാവിലെ വിഷമിക്കുന്ന കാഴ്ചകൾ പണ്ടും ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ അത്രയ്ക്കില്ലെന്നാണ് തോന്നുന്നത്. എങ്കിലും ഇപ്പോഴും അങ്ങനെ ബുദ്ധിമുട്ടുന്ന ആൾക്കാർ കാണും. ഇപ്പം ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക് പോലും ചിലപ്പം രാവിലെ വണ്ടിക്കൂലി ഇല്ലാതെ വിഷമിച്ച് പിന്നെ അപ്പുറത്തുമൊക്കെ പോയി കടം വാങ്ങിയോ അല്ലെങ്കിൽ എന്തെങ്കിലും എടുത്ത് പണയം വെച്ചോ ഒക്കെ ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെ അന്നൊക്കെ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ശമ്പളം കിട്ടുന്നത് വീട്ടു ചിലവിനങ്ങ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഡെയിലി വണ്ടിക്കൂലിക്ക് കാണത്തില്ല.
പിന്നെ തട്ടിയും മുട്ടിയൊക്കെ 15-ാം തീയതി വരെയൊക്കെ എങ്ങനെയെങ്കിലും വണ്ടിക്കൂലിക്ക് കാണും. 15-ാം തീയതിയൊക്കെ കഴിയുമ്പം പിന്നെ ആകെപ്പാടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെയാണ്. അന്നേരം വണ്ടിക്കൂലിയാണ് പ്രധാനമായിട്ട് ഇല്ലാതെ വരുന്നത്. അന്നത്തെ കാലത്തൊന്നും ഇതുപോലൊരു ആനുകൂല്യമൊന്നും ഉണ്ടായിട്ടില്ല. അതുപോലെ ഇപ്പോൾ അത്രയ്ക്ക് വണ്ടിക്കൂലിക്കൊന്നും ആർക്കും ബുദ്ധിമുട്ടില്ലെങ്കിൽ പോലും ഇപ്പോൾ ശമ്പളമൊക്കെ ഒരുപാട് കൂടുതലാണല്ലോ. എങ്കിലും ഇതുപോലൊരു ആനുകൂല്യം കിട്ടുന്നത് സ്ത്രീകൾക്ക് വളരെ നല്ലതാണ്. ഇപ്പം ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് എന്നും വണ്ടിക്കൂലി ചോദിച്ചു പോകുന്നവരും ഒക്കെ ഉണ്ടല്ലോ. അങ്ങനെ ആരും ഇനിയിപ്പോൾ ചോദിക്കേണ്ട കാര്യമില്ല. പിന്നെ ഓർഡിനറി ബസ്സിൻ്റെ സമയം നോക്കി ഇറങ്ങി നിൽക്കണമെന്നേ ഉള്ളൂ. അത് അരമണിക്കൂർ 15 മിനിറ്റ് ഇടപെട്ടൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു വളരെ വലിയ സന്തോഷം തന്ന ഒരു ദിവസമാണ് ഇന്ന്. എന്തായാലും ആ വാഗ്ദാനം അവർ പാലിച്ചിട്ടുണ്ട്. ഇനി അത് നിലനിർത്തി പോകണം എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഈ അവസരത്തിൽ നല്ലൊരു കാര്യമായിട്ടാണ് തോന്നുന്നത്. പിന്നെ ഇനിയിപ്പം അത് എല്ലാ സിറ്റി ബസ്സുകളിലും മറ്റേ ഫാസ്റ്റ് പാസഞ്ചറിലൊക്കെ ഒരു മാസത്തിനുള്ളിൽ ഒരു 30 ദിവസം ഒക്കെ കഴിഞ്ഞിട്ട് 100 ദിവസം കഴിഞ്ഞിട്ട് ഇതിൻ്റെ ചിലവ് എങ്ങനെയാണെന്ന് കണ്ടെത്തിയിട്ട് പിന്നീട് എല്ലാ ബസ്സിലേക്കും ആക്കുമെന്നാണ് ഇപ്പം മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഒരുപാട് ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളിലൊക്കെ ആക്കിയില്ലെങ്കിലും ഇതുപോലെ സ്ഥിരം യാത്രക്കാർക്കൊരു വലിയ ആശ്വാസകരമായ രീതിയിലുള്ള ഒരു കാര്യമാണ് ചെയ്തത്. പിന്നെ KSRTCയുടെ നഷ്ടം ഒരിക്കലും നികത്താൻ പറ്റുന്ന രീതിയിൽ ഇത് പറ്റുമെന്ന് തോന്നില്ല. അതൊന്നെങ്കിലും അതിന് മുൻകൈയെടുത്ത് സർക്കാരും കൂടെ നിന്ന് KSRTCയെ ഒന്ന് അതിൻ്റെ ആ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ കരകയറ്റിക്കൊണ്ട് വരുന്നതിന് സർക്കാരിൻ്റെ ഒരു താങ്ങും തണലും എന്തായാലും ആവശ്യമാണ്. ഇല്ലെങ്കിൽ പെൻഷൻകാർക്കും അതുപോലെ ശമ്പളം കൊടുക്കാനും പിന്നെ അതിൻ്റെ ഡീസലിൻ്റെ ചിലവ്, ഡീസലിനൊക്കെ പെട്രോളിനൊക്കെ ഇപ്പം വില കൂടി വരുവാണല്ലോ ഓരോ ദിവസവും. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ എന്തായാലും ഉണ്ട്. പിന്നെ നഷ്ടത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനം കൂടി ആയതുകൊണ്ട് അതിൻ്റെ അതിനെ ഒരു താങ്ങും തണലുമായിട്ട് നിൽക്കാൻ സർക്കാരിന് കഴിയണം. എങ്കിൽ മാത്രമേ ഈ പദ്ധതിയൊക്കെ വിജയിക്കത്തുള്ളൂ എന്നുള്ളത് ഒരു സത്യാവസ്ഥയും കൂടിയാണ്. ഇന്നിപ്പോൾ എല്ലാവരും വളരെ സന്തോഷിക്കുന്നത് പോലെ എല്ലാ ദിവസവും സന്തോഷിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. എന്തായാലും ഇന്നത്തെ ദിവസം ഇങ്ങനെ സ്ത്രീകൾക്ക് ഒരു സൗജന്യ യാത്ര നടത്തി തന്നു. അതുപോലെ അതൊരു കേരള ചരിത്രത്തിൻ്റെ ഭാഗമാകാൻ കഴിയുകയും ഒക്കെ ചെയ്തു. ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ വളരെ സന്തോഷത്തോടെ പങ്കെടുക്കുകയും കയറിപ്പോകുന്നതൊക്കെ നമ്മൾ TV-യിലൂടെ കണ്ടു. പക്ഷേ ടിക്കറ്റ് എടുക്കാതിരിക്കാൻ പറ്റില്ല. ടിക്കറ്റ് എടുക്കണം. ഒരു 0 ടിക്കറ്റാണ് തരുന്നത്. നമ്മൾ എവിടം മുതൽ എവിടം വരെ കയറി എന്നുള്ളതിൻ്റെ ഒരു ടിക്കറ്റ് തരും. അതിനകത്ത് 0 ടിക്കറ്റായിരിക്കും. അത് വെച്ചിട്ടായിരിക്കും അവർ കണക്ക് കൂട്ടുന്നത് എത്രത്തോളം ആൾക്കാർ ഇതിൽ കയറി എന്നുള്ളത്. ഇന്നിപ്പം ധാരാളം സ്ത്രീകൾ കയറിയിട്ടുണ്ട്. അതുപോലെ എല്ലാ ദിവസവും അത്രയും വരത്തില്ല. എങ്കിലും സ്ത്രീകളാണ് 70% യാത്രക്കാരിലും ഉള്ളത്. 30% മാത്രമേ ആണുങ്ങൾക്കുള്ളൂ. ഇനിയിപ്പോൾ ആണുങ്ങൾക്കൊരു പരാതി ഉള്ളത്, ടിക്കറ്റ് എടുക്കാതെ സ്ത്രീകൾ സീറ്റിലിരുന്ന് യാത്ര ചെയ്യുന്നു, ഞങ്ങൾ ടിക്കറ്റ് എടുക്കുന്ന പുരുഷന്മാർ നിൽക്കേണ്ടി വരുന്നു എന്നുള്ളൊരു കംപ്ലൈൻറ്റ് പറയുന്നുണ്ട്. അവർ ടിക്കറ്റ് എടുത്തിട്ട് അവർക്ക് ഇരിക്കാനുള്ള സൗകര്യമെങ്കിലും കൊടുക്കണം. സ്ത്രീകൾ ഇരിക്കുകയും ചെയ്യും, ടിക്കറ്റും എടുക്കുന്നില്ല എന്നുള്ളതാണ് അവർക്കുള്ള ഒരു പ്രശ്നമായിട്ട് തോന്നുന്നത്. അങ്ങനെ എല്ലാം കൊണ്ടും വളരെ രസകരവും അതുപോലെ വളരെ സന്തോഷഭരിതവുമായൊരു ദിവസമായിരുന്നു ഇന്ന്. അതുകൊണ്ട് ഇത് കണ്ടപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു പറയണമെന്ന് തോന്നിയത്. എന്തായാലും നമ്മുടെ ചരിത്രപരമായി സ്ത്രീകൾക്ക് കിട്ടിയ ഒരു ദിവസമാണല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ എന്തായാലും 2 വാക്ക് പറയണമല്ലോ. അങ്ങനെ പറഞ്ഞതാണ്. അന്നേരം സൗജന്യ യാത്ര എല്ലാവരും ആസ്വദിക്കുക. ഇനി പോകേണ്ട സ്ഥലങ്ങളൊക്കെ മനസ്സിൽ കണക്ക് കൂട്ടിയിട്ട് ഈ ഓർഡിനറി ബസ്സിൽ കയറി പോകാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്യുക. യാത്ര ചെയ്യാതൊക്കെ വീട്ടിൽ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സ്ത്രീകളൊക്കെ ഉണ്ടെങ്കിൽ അവർ എളുപ്പം ജോലിയൊക്കെ തീർത്ത് രാവിലെ ഒന്ന് ഇറങ്ങി നമുക്ക് കാണേണ്ട സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് വരിക. ഇനിയിപ്പോൾ വണ്ടിക്കൂലി ഇല്ലെന്ന് കരുതി ആരും യാത്ര ചെയ്യാതിരിക്കേണ്ട. വണ്ടിക്കൂലിയുടെ കാര്യമേ ഉദിക്കുന്നില്ല. അവിടെ നിന്ന് ഇങ്ങോട്ടും നമുക്ക് ഓർഡിനറി ബസ്സിൽ പോകാം, അങ്ങോട്ടും പോകാം. ഏതൊക്കെ ബസ്സിൽ പോകുന്ന വഴിക്ക് കാണുന്ന ബസ്സിൽ ഇതുപോലെ എഴുതി ഒട്ടിച്ചിട്ടുണ്ടല്ലോ, ഇന്ദിരാഗാന്ധി സൗജന്യ യാത്ര, പ്രിയദർശിനി സൗജന്യ യാത്ര എന്നൊരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. അതിനകത്ത് വേണം കയറാൻ. അങ്ങനെയുള്ള ബസ്സുകളിൽ മാത്രം കയറിയാൽ മാത്രമേ നമുക്ക് സൗജന്യം കിട്ടുകയുള്ളൂ. അതിപ്പോൾ 2-3 ദിവസം പോയി കഴിയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും ഏതൊക്കെ ബസ്സിലാണ് കിട്ടുന്നത് എന്നുള്ളത്. അപ്പോഴെല്ലാവരും അങ്ങനെ യാത്രയ്ക്കൊക്കെ പോകാനായിട്ട് തയ്യാറെടുത്തിരിക്കുക, പോവുക. അതുപോലെ സ്ഥിരം യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ സന്തോഷകരവും അതുപോലെ ഒരുപാട് സാമ്പത്തിക ലാഭമൊക്കെ കിട്ടുന്ന ഒരു പദ്ധതിയാണിത്. അത് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള എല്ലാവിധ കാര്യങ്ങളും സർക്കാർ ചെയ്തു കൊടുക്കട്ടെ. അങ്ങനെ നമ്മുടെ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് എല്ലാ കാര്യത്തിലും ഇതുപോലെ
മുന്നോട്ട് വരട്ടെ എന്നാണ് നമ്മൾ പ്രത്യാശിക്കുന്നത്. സ്ത്രീകൾ ഇപ്പം പഴയതുപോലെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്നതല്ല, എല്ലാവരും ജോലിക്ക് പോകുന്നവരും അതുപോലെ കുട്ടികളുടെ കാര്യത്തിനായാലും എല്ലാ കാര്യത്തിനും മുന്നിട്ടിറങ്ങുന്നത് സ്ത്രീകളാണ്. അപ്പോൾ അവർക്ക് ഇപ്പോൾ കിട്ടിയ ഏറ്റവും നല്ല ഒരു സുവർണ്ണ അവസരവും കൂടിയാണ് ഈ സ്ത്രീകളുടെ സൗജന്യ യാത്രാ പദ്ധതി എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾക്കും ഇതേ അഭിപ്രായമാണെന്ന് കരുതുന്നു. അങ്ങനെ എല്ലാവരും ഇന്ന് കയറാൻ പറ്റിയില്ലെങ്കിലും ഇനി ഉള്ള ദിവസങ്ങളിൽ എല്ലാം കയറി എല്ലാവരും സന്തോഷത്തോടുകൂടി പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇന്നിപ്പോൾ നമുക്ക് ഇപ്പം പോകാൻ പറ്റാത്ത എല്ലാ ആൾക്കാരും ഉണ്ടല്ലോ, അവർക്കൊക്കെ ഇനിയിപ്പോൾ നാളെയായാലും മറ്റന്നാളായാലും അതിലൊന്ന് കയറി ഇതുപോലൊരു സീറോ ടിക്കറ്റ് വാങ്ങിക്കുമ്പം കിട്ടുന്ന ഒരു സന്തോഷം ഭയങ്കര വലുതായിരിക്കും. അന്നേരം അത് അനുഭവിക്കുമ്പോൾ മാത്രമേ അതിൻ്റെ സന്തോഷം എല്ലാവർക്കും മനസ്സിലാവുകയുള്ളൂ. എന്നുവെച്ചാൽ നമുക്കിതുവരെ അങ്ങനെ ടിക്കറ്റ് എടുക്കാതെ ഒരു യാത്ര നമുക്കാർക്കും കിട്ടിയിട്ടില്ല. അപ്പോൾ അതുപോലെ പിന്നെ ഇപ്പോൾ സ്കൂൾ കുട്ടികൾക്കും എല്ലാം പിന്നെ അതുപോലെ പ്രൈവറ്റ് ബസ്സുകളിൽ കിട്ടത്തില്ല. പ്രൈവറ്റ് ബസ്സിൽ കയറിയിട്ട് ടിക്കറ്റ് എടുത്തേ പറ്റുള്ളൂ. അവർ ഇത് വളരെ ശക്തിയായിട്ട് എതിർക്കുന്നുണ്ട്. കാരണം സ്ത്രീകളെല്ലാം ഇനിയിപ്പം ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറി പോയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആൾക്കാർ കുറയുമെന്നും പറഞ്ഞൊരു വളരെ വലിയ ശക്തമായ പ്രതിഷേധം അവർ നടത്തുന്നുണ്ട്. എങ്കിലും അവരുടെ പ്രതിഷേധത്തിനും എല്ലാ കാര്യത്തിനും ഉള്ള കാര്യങ്ങൾ നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി തന്നെ ചെയ്തു കൊടുക്കാമെന്ന് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. എന്തായാലും ആ പ്രശ്നങ്ങളൊക്കെ അവിടെ നിലനിൽക്കട്ടെ, അവരതിനൊക്കെ രമ്യതയിലുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്തട്ടെ, അതൊക്കെ അവരുടെ കാര്യം. നമ്മൾ സ്ത്രീകൾക്ക് നമുക്ക് എന്തായാലും ടിക്കറ്റ് കൊടുക്കാതെ യാത്ര ചെയ്യാനുള്ള ഒരു പദ്ധതി ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ സ്ത്രീകളെല്ലാം വളരെ സന്തുഷ്ടരാണ്. അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്നാണ് ആശംസിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിയുടെ ഉദ്ഘാടനമായിരുന്നു. അതിനെക്കുറിച്ചുള്ള കുറച്ച് എനിക്ക് എൻ്റെ സന്തോഷം കൊണ്ട് ഞാൻ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവച്ചതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റുകളായിട്ട് എഴുതുക. മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. ബൈ.